റോഡുകളോ വാഹനങ്ങളോ ഇല്ലാത്ത നാട്. ഡച്ച് പ്രവിശ്യയായ ഓവറേജ് സെല്ലിൽ ഒതുങ്ങി നിൽക്കുന്ന ഗിത്തൂർണിനെ റോഡുകളില്ലാത്ത ഗ്രാമമെന്ന് വിളിക്കുന്നു. തെരുവുകൾക്ക് പകരം മുഴുവൻ ഗ്രാമവും ശാന്ത കനാലുകളുടെ ഒരു ശൃംഖലയാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. പ്രാഥമിക ഗതാഗത മാർഗം ബോട്ട് വഴിയാണ്. വീടുകൾ ചെറിയ ദ്വീപുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 170-ലധികം ആകർഷകമായ മരപ്പാലങ്ങളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് ശാന്തവും കഥാസന്ദർഭം പോലതുമായ ഒരു പശ്ചാത്തലം സൃഷ്ടിക്കുന്നു. കാറുകളുടെ അഭാവം അർത്ഥമാക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന ഒരേയൊരു ശബ്ദങ്ങൾ പക്ഷികൾ, കാറ്റ്, വെള്ളത്തിൻ്റെ മൃദുലമായ ചലനം എന്നിവയാണ്. 13-ാം നൂറ്റാണ്ടിൽ കുടിയേറ്റക്കാർ ഭൂമിയിൽ നിന്ന് പീറ്റുകുഴിച്ച് അബദ്ധവശാൽ ഇന്നത്തെ ഗിത്തൂറിനെ നിർവചിക്കുന്ന കനാലുകൾ രൂപപ്പെടുത്തിയപ്പോഴാണ് ഈ ഗ്രാമം ഉത്ഭവിച്ചത്. കാലക്രമേണ ഈ ജലപാതകൾ ദൈനംദിന ജീവിതത്തിന് അത്യാവശ്യമായി തീർന്നു. ശാന്തമായ ജീവിതവും പ്രകൃതിയുമായുള്ള ഐക്യവും കേന്ദ്രീകരിച്ചുള്ള ഒരു അതുല്യ സംസ്കാരം രൂപപ്പെടുത്തി. സമൃദ്ധമായ പൂന്തോട്ടങ്ങളും പുഷ്പപർവ്വതാനുകളും കൊണ്ട് ചുറ്റപ്പെട്ട പരമ്പരാഗത ഓലമേഴിഞ്ഞ മേൽക്കൂരയുള്ള കോട്ടേജുകൾ അതിൻ്റെ കാലതീതമായ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ഇതൊരു യക്ഷിക്കഥയിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്നു. ഇന്ന് ഗിത്തൂർണൊരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ലോകമെമ്പാടുമുള്ള സന്ദർശകരെ അവരുടെ ശാന്തതയും ലാളിത്യവും അനുഭവിക്കാൻ ഇവിടെ എത്തുന്നു. ഗ്രാമത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷം കാത്തുസൂക്ഷിച്ചുകൊണ്ട് കനാലുകളിലൂടെ നിശബ്ദമായി തെന്നി നീങ്ങുന്ന ഇലക്ട്രിക് വിസ്പർ ബോട്ടുകൾ. വേഗതയേറിയ ഒരു ലോകത്ത് റോഡുകൾക്ക് പകരം വെള്ളം യഥാർത്ഥ ആഡംബരമായി മാറുകയും ചെയ്യുന്ന മന്ദഗതിയുള്ളതും കൂടുതൽ സമാധാനപരവുമായ ഒരു ജീവിത രീതിയുടെ ഓർമ്മപ്പെടുത്തലായി ഗിത്തൂർ നിലകൊള്ളുന്നു.